ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വിയറ്റ്നാമിൽ പോവുകയാണ്. വിയറ്റ്നാമിൽ പോയിട്ട് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് എ ട്രാവൽ വ്ളോഗ്. ഈ പോകുന്ന സാധനം ഈ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിയറ്റ് ആണ്. വിയറ്റ് ജെറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അത് ഭയങ്കര എക്കണോമി എയർലൈനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിൽ ട്രൈ ചെയ്യുന്നത്, ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 12 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന്. പിന്നെ അത് മാറ്റി 3 മണിയായി. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് 5 മണിയായി. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ കരുതി അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആൻഡ് ദ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് 2 പ്രത്യേകതയുണ്ട്, 2 സ്പെഷ്യാലിറ്റി. ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് കാണാം. പിന്നെ രണ്ടാമത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനും ദീപു ചേട്ടനും ഓവർസീസ് വന്നിട്ട്, അതായത് ഞങ്ങൾ ന്യൂസിലാൻഡിലുണ്ടായിരുന്നു, ഇപ്പോൾ ദാ ഓസ്ട്രേലിയയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലോട്ട് ആഫ്റ്റർ 8 years ആണ് പോകുന്നത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് അബ്രോഡ് വന്നിട്ട് ഒരുമിച്ച് പോകുന്ന ഒരു വ്ളോഗും കൂടെ ആണിത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. പീക്കു കിടന്ന് ഉറങ്ങുവാണ്. ഓൾമോസ്റ്റ് എല്ലാം പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ദീപു ചേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഫ്രണ്ട് നമ്മുടെ കാറിൽ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. നമുക്ക് ഇന്ത്യയിൽ പോണ്ടേ? ഹലോ, വേക്കപ്പ്. ദേ കാറിൽ പോണ്ടേ? കാറിൽ പോണ്ടേ? വെക്കേഷൻ. വേക്കപ്പ്. Can we get ready? Are you ready? Hello. Let's go. Oh no. Spence shops and Spence Job. Which shop? Spence shop. The Nike shoes are not. Nike shoes are expensive. That's it. Where are you going? Yeah, ma'am. You're going to Vietnam? Yeah. Are you excited? Yeah. Oh my god. Setup ആണല്ലോ. Vietnam trip. Vietnam trip. Oh my god. ഈ പെട്ടിയെല്ലാം കൂടെ നമുക്ക് അച്ഛനെ കാണാൻ പറ്റുന്നില്ലല്ലേ. ദീപചേട്ടാ ഒന്നിങ്ങോട്ട് നോക്കിയേ. ദീപചേട്ടൻ എന്താ പറയാനുള്ളേ വിയറ്റ്നാം ട്രിപ്പിനെ പറ്റി? പൊളിച്ചെടുക്കണം. പീക്കൂർ എന്താ പറയാനുള്ളേ? നമുക്കപ്പോൾ ജിയോ ചേട്ടൻ്റെ വീട്ടിൽ പോയി ജിയോ ചേട്ടനെ പിക്ക് ചെയ്ത് ജിയോ ചേട്ടനോട് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയും അല്ലേ. അയ്യോ, ഫോൺ എടുക്കുന്നില്ലല്ലോ. കട്ടുറങ്ങിപ്പോയാ? എനിക്ക് വന്ന് സുജയെ വിളിക്കുന്നതായിരിക്കും ബുദ്ധി. You've reached Gio's phone. Please leave your message. Oh my god. എന്ത് ചെയ്യുന്നേട്ടാ? സുജയെ വിളിക്കണോ? സുജയ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ. എടാ ഞാൻ 10 മിനിറ്റിലെത്തും. എടാ ശരിടാ. സമാധാനമായി. ബ്ലോഗും ചെയ്തോണ്ടിരിക്കും. നിങ്ങളൊക്കെ വെൽക്കം ടു ബ്രിസ്ബെയിൻ. ഓ, എയർപോർട്ട് ഇത്രയും കാലി, അല്ലെങ്കിൽ എയർപോർട്ട് എനിക്ക് ഇത്രയും ബിഗ് ആയിട്ട് തോന്നുവാണോ? നൈസ്.
BJ0 ഇങ്ങനെ എടുക്കും. പിക്കോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ലെവൽ 2 ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് 4 മണിയാവുമ്പോൾ അവിടെ തുറക്കും. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും എല്ലാം നമുക്ക് ആക്സസിബിൾ ആവും. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ നേരത്തെ സ്റ്റാർട്ടായി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഹിയർ. കോഫി ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല. 4 മണിയാകുമ്പം എല്ലാം ഓപ്പൺ ആവും എന്നാണ് അവർ പറഞ്ഞത്. കുറേ ആൾക്കാർ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ക്വയറ്റ് ആൻഡ് കാം, റിയലി ക്വയറ്റ്. ചേട്ടാ, നമുക്കേ വിയറ്റ്നാം ഡോങ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാലോ? കറൻസി എക്സ്ചേഞ്ച്. ഹലോ ഗൈസ്, അപ്പം വിയറ്റ്ജെറ്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ഏകദേശം ഇന്നലെ രാത്രി 12 മണിക്ക് വന്നതാണ്. ഏകദേശം ഇപ്പം 6 o'clock ആയി. ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇതുവരെ ഫ്ലൈറ്റ് വന്നിട്ടില്ല. അതായത് ഇന്നലെ രാത്രി 12 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ 6 മണിയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് റിലാക്സ്ഡ് ജേർണി ആയതുകൊണ്ട് ഈ പ്രൈസിന് ഐ എം സോർട്ട് ഓഫ് ഓക്കെ, ബട്ട് ഐ എം നോട്ട് ഓക്കെ വിത്ത് ദിസ് അൺഎക്സ്പെക്റ്റഡ് ഡിലേസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. You are. Okay, you're not my friend anymore. വളരെ കാലമായിട്ട് കൊതിച്ച് കഴിക്കാനിരുന്നൊരു മാംഗോ സ്റ്റിക്കി റൈസ് അത് ട്രൈ ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഫ്ലൈറ്റ് അങ്ങനെ ഡിലേ ആയി അവസാനം സെറ്റായത് ഏകദേശം ഒരു 8:30 ആയപ്പോൾ സെറ്റായി. അപ്പോഴേക്കും എല്ലാവരും ക്രാങ്കിയായി ടയേർഡായിരുന്നു. ഇപ്പോൾ കാണുന്ന സീനെന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിന് ബാഡ് റിവ്യൂ ഇടുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കാരണം വളരെ സങ്കടകരമായിരുന്നു. ഒത്തിരി ഡിലേ വന്നു. വിയറ്റ്നാം ട്രിപ്പ് മൊത്തം നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഇടുന്ന സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും തന്നെ ഹാപ്പിയല്ല. ഫ്ലൈറ്റിലെ മൊത്തം ട്രാവലേഴ്സും ഹാപ്പി ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്ലൈറ്റ് വളരെ മോശമാണ്. നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല. ഭയങ്കര സങ്കടമുണ്ട്. എന്താ പറയുക, ഒരു കുറച്ചുകൂടെ അധികം എല്ലാവരും റിസർച്ച് കുറച്ചുകൂടെ അധികം ഞാൻ ചെയ്യേണ്ടിയിരുന്നു എന്നൊക്കെ കരുതി ഒരു ഡൗട്ടുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് ക്രിയേഷനും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ വിയറ്റ്ജെറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഞാൻ ഇന്ന് വരെ വിയറ്റ്ജെറ്റിൽ ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ ദിസ് ഇസ് സോ സാഡ്. ഇനി ശരിക്കും ഞാൻ ആർക്കും ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് റെക്കമെൻഡ് ചെയ്യത്തില്ല. അത്ര മോശമാണ്. 8 മണിയായിട്ടും ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്. ഇവിടെ നമ്മൾ ബാഡ് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? കാണാം. ദിവസമാണെങ്കിൽ പുറവും ഒക്കെ വേദന എടുക്കാനും തുടങ്ങി. എന്താ പറയാനുള്ളത്? ഓക്കെ, നോ കമൻസ്. അങ്ങനെ 11:40 ഇന്നലെ രാത്രി പോകേണ്ട ഫ്ലൈറ്റ് 8:30 ആയപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ആകെ അലമ്പും മൂടിലിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വിയറ്റ്ജെറ്റിൽ ട്രാവൽ ചെയ്യുമോ? പൈലറ്റ് ആകുമ്പോൾ വേണം.
നല്ല അല്ല ഞാൻ പൈലറ്റ് ആവുമ്പോൾ വിയറ്റ്ജെറ്റിൽ ട്രാവൽ ചെയ്യുന്നു. ഓ പൈലറ്റ് ആയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ബിസിനസ് ക്ലാസ് കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഫ്ലൈറ്റും മോശമാണ്, സീറ്റിങ്സ് ഒക്കെ മോശമാണെങ്കിലും ഫുഡ് വലിയ തിരക്കേടുണ്ടായില്ല. ഒരു 3.5 ഔട്ട് ഓഫ് 5 കൊടുക്കാവുന്ന ഫുഡായിരുന്നു. തായ് ഫുഡാണ് ഞാൻ ആക്ച്വലി പ്രീ ഓർഡർ ചെയ്ത് വെച്ചത്. തായ് ഫുഡ് വാസ് ലൈക്ക് ഓക്കെ. അപ്പോൾ പിന്നെ അത് ഫുഡ് എൻജോയ് ചെയ്തു എന്ന് പറയാം. ഇറ്റ് വാസ് ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിലെ കറൻസി കുറച്ച് എണ്ണയൊക്കെ എടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമിലെ കറൻസിയുടെ മൂല്യം കുറവായതുകൊണ്ട് നമ്മൾ 60,000 രൂപയല്ല വിയറ്റ്നാം ഡോങ്ങിൻ്റെ ചായയാണ് കുടിച്ചത്. അപ്പോൾ ഒത്തിരി നോട്ട്ബുക്കായിട്ട് കാശ് വേണം എപ്പോഴും. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വിയറ്റ്ജെറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ജനറൽ റിവ്യൂ ഇൻ എ ഗ്ലിംസ് വിത്ത് വിയറ്റ്ജെറ്റ്. അപ്പോൾ ദീപചേട്ടൻ ഒറ്റ വാക്കിൽ വിയറ്റ്ജെറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓക്കെ, എനിക്ക് ഒറ്റ വാക്കി പറയണ്ട, 2 വാക്കിൽ എന്താ പറയാനുള്ളത്? എന്തായിരുന്നു എക്സ്പെക്ടേഷൻ? ആക്ച്വലി ഒന്നും ഉണ്ടായില്ല, ഇത്രയും വിചാരിച്ചില്ല. നേരെ ഒന്ന് ക്യാമറയിൽ നോക്കാമോ? അതായത് വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ല, കാരണം ഇത്ര ചീപ്പായിട്ടല്ലേ നമ്മളെ. പക്ഷെ ഫുഡ് എങ്ങനെ ഉണ്ടായി? അറ്റ്ലീസ്റ്റ് സീറ്റ് പോലും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായി? ഫുഡ് സമാധാനമുള്ള കാര്യമില്ല, കംഫർട്ടില്ലല്ലോ. കംഫർട്ട് ഇല്ല. ഇനി നമ്മളൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ വിയറ്റ്ജെറ്റ് പ്രിഫർ ചെയ്യോ ഇല്ലയോ? ആര്, ഞാനോ? വളരെ വാക്കുകൾ കുറച്ചാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ വിയറ്റ്ജെറ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് നമുക്ക് നാട്ടിൽ പോകാവുന്ന, എപ്പോഴും ഓടി നാട്ടിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ്. ഇനി എന്തായാലും ഇത് ചൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ജസ്റ്റ് വന്നിട്ടൊരു 7-8 months ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് വേറെ കുറേ പ്രിയോറിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം പെട്ടെന്ന് എടുത്താണെങ്കിലും ലോൺ എടുത്താണെങ്കിലും നല്ല ഫ്ലൈറ്റിൽ പോകണം. ഓക്കെ, അത് അടിപൊളി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വിയറ്റ്ജെറ്റിൻ്റെ ഒരു റിവ്യൂ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. വൺ ഓഫ് ദ വേഴ്സ്റ്റ്, ഇതിനേക്കാളും വേഴ്സ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? മാലിൻഡോ എയർലൈൻസ് വാസ് ദ വേഴ്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ ബൈ. പീക്കു പറഞ്ഞു.